ഓക്കെ, ലൈക് ഇതാണ് നമ്മുടെ ഈ ഒരു പാട്ടിലൂടെ ഇപ്പം ഈ മൂഡ് തന്നെ ആക്ച്വലി ഭയങ്കര ഒന്ന് ലൈറ്റനപ്പ് ആയി. അതപ്പൊ നമ്മൾ ഒരുപാട് ചെറുപ്പക്കാര് അവരുടെ ഇപ്പൊ കോളേജ് കാലഘട്ടത്തിലായാലും അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിലും ഇപ്പൊ ചുമ്മാ ഒന്ന് തട്ടുകടയിൽ നിന്നൊരു ചായ കുടിക്കുകയാണെങ്കിലും ഈ ഒരു പാട്ട് ആരും പാടാതെ പോവില്ല. അത്രയ്ക്കും ആൾക്കാരുടെ എന്താ പറയാ ഉള്ളിലേക്ക് എടുത്തൊരു പാട്ടാണത്. അപ്പം അത് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹായ്. അപ്പൊ നിങ്ങൾ ആദ്യം പരസ്പരം പരിചയപ്പെടുത്തിക്കോളും. എൻ്റെ പേര് ഹരി. ഞാൻ കടുങ്കാപ്പി ടീമിനകത്ത് അഭിനയിച്ച ഒരാളായിരുന്നു. ഐഡിയായിട്ടാ പോയത്. ഞാനിപ്പോ ഫിലിം ഫീൽഡ് പരിപാടി ആർട്ട് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അരുൺ, നാട് കോട്ടയത്ത് പെരുവാന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഭിനയ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ. എൻ്റെ പേര് നിതിൻ, ഞാനൊരു ലീഡ് ആക്ടറാണ്. ഞാൻ കൊച്ചി തന്നെയാണ്. ഞാനിപ്പോൾ കറന്റ് UK ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ ചേട്ടൻ. എൻ്റെ പേര് നിഖിൽ. എൻ്റെ വീട് കോട്ടയത്താണ്. വർക്ക് ചെയ്യുന്നത് പാലക്കാട് ആറ്റംസ് എന്ന് മീഡിയ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട്. ഓക്കെ ചേട്ടൻ. എൻ്റെ പേര് നിഹാൽ, ഞാൻ MCOM പഠിക്കുന്നു. വീട് തേവരയിലാണ്. ഓക്കെ. അപ്പൊ ഇവരെന്നെയായിരുന്നു ലൈക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 6 years ബാക്ക് ആണ് നമ്മുടെ കടുങ്കാപ്പി എന്നുള്ള ഒരു പാട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് കുറച്ച് ഒരു 6 വർഷത്തിന്റെ ഇടവേളയിൽ നമ്മളൊന്നും കേട്ടിട്ടുമില്ല. പക്ഷെ അതിന്റെ ഒരു സ്വാദ് അല്ലെങ്കിൽ അതിന്റെ ഒരു സത്ത് ഇപ്പോഴും പോയിട്ടില്ല ആ പാട്ടിന്റെ. അപ്പൊ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് ആക്ച്വലി ചേട്ടനാണ് അത് എഴുതിയത്, നിഖിൽ അല്ലെ? ചേട്ടനാണ് അത് എഴുതി കമ്പോസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ കടുങ്കാപ്പി, അതിലൊരു പ്രണയമില്ലേ എന്ന് നമുക്ക് അല്ല നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. എങ്ങനെയാണ് ആ സോങ്ങിലേക്ക് എത്തിയത്? ഇപ്പൊ തന്നെ ചേട്ടൻ ബ്ലഷ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. നല്ല ചൂട്. നിങ്ങളൊക്കെ മുന്നേ ഫ്രണ്ട്സ്, ഐ മീൻ കോളേജ് ടൈമിലെ ഫ്രണ്ട്സ് ആണ്? അതെ, കോളേജ് ഞങ്ങൾ തേവര SH കോളേജിൽ ഞങ്ങൾ PG പഠിച്ചുകൊണ്ടിരുന്ന ആളെ. അപ്പോൾ ഇവനും അവിടെ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 6 മാസം ഇത് ആരോടും പറഞ്ഞില്ല. പിന്നെ ഈ കടുങ്കാപ്പിയിൽ ലിറിക്സ് പിന്നീട് ഞാനും എൻ്റെ കൂട്ടാൻ അവനാണ് എൻ്റെ ക്യാമറ എനിക്കിൽ തീറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവനോട് ഞാനൊരു 6 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞുടാ ഞാനിങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഭയങ്കര ചമ്മലോട് കൂടിയാണ് പറഞ്ഞത്. അപ്പം പാട്ട് കേട്ടിട്ട് പറഞ്ഞു എടാ ഇത് കൊള്ളാലോ എന്നൊരു സംഗതി പറഞ്ഞു. പിന്നെ അവിടെ തൊട്ട് പതുക്കെ ഇതിൻ്റെ ഓരോ പരിപാടികളൊക്കെ നോക്കി ഫൈനലി കടുങ്കാപ്പി സംഭവിച്ചു. പിന്നെ ഞാനും അവനും കൂടിയാണല്ലോ ഫൈനലി ലിറിക്സ് ഫൈനലാക്കിയത്.